നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു ആർ.എസ്. ഞാൻ തിരുവനന്തപുരം പട്ടം SVT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്, വൃക്കരോഗ വിദഗ്ധനാണ്. നമുക്കിന്ന് ഡയാലിസിസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, വൃക്കരോഗം പലപ്പോഴും താമസിച്ച് കണ്ടുപിടിക്കപ്പെടുകയും ചികിത്സ ഭേദമാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയും ചെയ്യാറുണ്ട്. പിന്നെ ചില അസുഖങ്ങൾ വളരെ കാലപ്പഴക്കം കൊണ്ട് കിഡ്നി വളരെ മോശപ്പെട്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അവസരങ്ങൾ സാധാരണഗതിയിൽ ഇത് 70% വരുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ്. ഷുഗർ, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊണ്ടാണ് വരുന്നത്. 30% കിഡ്നിയെ തന്നെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വൃക്കയുടെ പ്രവർത്തനം വളരെയധികം മോശപ്പെടുമ്പോൾ, അതായത് ഒരു 10% താഴെയാകുമ്പോൾ വൃക്കയുടെ പ്രവർത്തനം നടക്കാതെ വരുന്നു. അതായത് നീർ വരിക, ചൊറിച്ചിൽ വരിക, ഉറക്കമില്ലായ്മ വരിക, പിന്നെ ശരീരത്തിൽ പൊട്ടാസിൻ്റെ അളവ് കൂടുക, അങ്ങനെ പല പല പ്രശ്നങ്ങളും വരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൃക്കരോഗ വിദഗ്ധൻ ഇനി ഈ രോഗിക്ക് ഡയാലിസിസ് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നു. അതാണ് ഡയാലിസിസ്. ഡയാലിസിസ് എന്താണെന്ന് നോക്കാം. ഡയാലിസിസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു മെഷീനാണ് ഡയാലിസിസ് മെഷീൻ എന്ന് പറയുന്നത്. ഡയാലിസിസ് തന്നെ 2 രീതിയിലുണ്ട്. ഹീമോഡയാലിസിസ് ഉണ്ട്, പെരിറ്റോൺ ഡയാലിസിസ് ഉണ്ട്. അതിൽ ഹീമോഡയാലിസിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഹീമോഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു രോഗിയുടെ ശരീരത്തിൽ നിന്നും രക്തം പുറത്തെടുത്ത്, ഒരു ട്യൂബ് വഴി പുറത്തെടുത്ത് ഒരു മെഷീനിൽ കൊണ്ടുപോയി ശുദ്ധീകരിച്ച രക്തം തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഹീമോ എന്ന് പറഞ്ഞാൽ ബ്ലഡ് എന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഡയാലിസിസ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പണ്ട് കാലത്തുള്ള മെഷീൻസ് പഴയ ടെക്നോളജി ആയിരുന്നു. അങ്ങനെ ഡയാലിസിസ് ചെയ്യുമ്പോൾ വളരെ പ്രശ്നം, BP പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം വളരെ ആധുനികമായ മെഷീൻസും BP ഒക്കെ നോക്കാനുള്ള മോണിറ്ററും അങ്ങനെ പല ഇത് വെച്ചിട്ട് ഡയാലിസിസ് എന്ന് പറയുന്നത് ഇന്ന് വളരെ സമാധാനമായും സർവ്വസാധാരണമായും ചെയ്യുന്നൊരു ചികിത്സാ വിധിയായി മാറിയിട്ടുണ്ട്. പണ്ട് സിറ്റിയിൽ മാത്രം ഉണ്ടായിരുന്ന ഡയാലിസിസ് ഇന്ന് എല്ലായിടത്തും നമുക്കിന്ന് കിട്ടുന്നൊരിതായിട്ട് മാറുന്നുണ്ട്. അപ്പം ഡയാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത്? സ്ഥിരമായിട്ട് ചെയ്യുന്ന ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു രോഗിയുടെ വൃക്കയുടെ ഫംഗ്ഷൻ മോശമായി വരുമ്പോൾ, അത് 20% താഴെയാകുമ്പോൾ, സാധാരണഗതിയിൽ അത് ക്രിയാറ്റിൻ 6-7 ആകുമ്പോഴാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ പറയും ഡയാലിസിസ് ചെയ്യേണ്ടി വരും, അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണമെന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? കയ്യിലൊരു AV ഫിസ്റ്റുല ഉണ്ടാക്കണം. എന്താണ് AV ഫിസ്റ്റുല? AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് ചെയ്യാനുള്ളൊരു സൂചി കുത്തിയാണ് രക്തക്കുഴലിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നത്. അത് സാധാരണ ഒരു ക്യാനിലിടുന്ന പോലത്തെ സൂചിയല്ല, കുറച്ചുകൂടി വലിയ സൂചിയാണ്. ആ സൂചി കുത്തുമ്പോൾ ആ രക്തക്കുഴലിൽ പൊട്ടിപ്പോവും. അപ്പോൾ ആ കുത്തുന്ന വെയിനെ വലുതാക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേഷനാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അതായത് ആ വെയിനെ അതിനടിയിലുള്ള ഒരു ആർട്ടറിയുമായി ഒരു പ്രഷർ കൂടുതലുള്ള വേറെ രക്തക്കുഴലുമായിട്ട് ഓപ്പറേഷൻ ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്യും. ഒന്നും വയ്ക്കത്തില്ല, അതിൻ്റെ വാളുകൾ തമ്മിൽ സ്യൂച്ചർ ചെയ്ത് വയ്ക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പ്രഷർ കാരണം ഈ രക്തക്കുഴൽ, ഈ വെയിൻ വലുതാവും. ഈ രക്തക്കുഴൽ ഇങ്ങനെ വികസിച്ചിരിക്കും. അപ്പോൾ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ചെറിയ ഓപ്പറേഷനാണ്, മയക്കത്തൊന്നുമില്ല. രാവിലെ വന്നാൽ വൈകിട്ട് പോകുക, അല്ലെങ്കിൽ തലേദിവസം അഡ്മിറ്റ് ആയിട്ട് പിറ്റേന്ന് രാവിലെ ഡിസ്ചാർജ് ചെയ്യുന്ന ഓപ്പറേഷനാണ്. അതിങ്ങനെ വലുതായി കഴിഞ്ഞാൽ 1.5 മാസം കഴിയുമ്പോൾ ഈ സൂചി അതിൽ കൂടി കുത്താൻ പറ്റും. അപ്പോൾ അതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇനി അഥവാ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്നാണ് വൃക്കയ്ക്ക് പെട്ടെന്നൊരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ കഴുത്തിലെ പ്രധാന രക്തക്കുഴലിൽ ഒരു ട്യൂബ് ഇട്ടിട്ട് അതിൽ നിന്ന് എടുക്കും. പക്ഷേ എന്നാലും സ്ഥിരമായിട്ട് വേണ്ടി വരുന്നെങ്കിൽ ഈ ഫിസ്റ്റുല നമ്മൾ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വൃക്കയുടെ ക്രിയാറ്റിൻ 6-7 ആവുമ്പം തന്നെ വൃക്കരോഗ വിദഗ്ധനുമായി മിക്കവാറും സംസാരിച്ച് ഫിസ്റ്റുല ഉണ്ടാക്കി വെക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് വൃക്കരോഗികളെല്ലാം 6-7 ഒരു ക്രിയാറ്റിൻ കൂടുന്നു തോന്നുകയാണെങ്കിൽ ഇടത്തേ കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കാനോ BP കഫ് കിട്ടാനൊന്നും സമ്മതിക്കും. കാരണം ഇടത്തേ കയ്യിലാണ് കൂടുതലും ഫിസ്റ്റുല ഉണ്ടാക്കുന്നത്. കാരണം അത് റൈറ്റ് ഹാൻഡാണല്ലോ മിക്കവർക്കും ഡൊമിനൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫിസ്റ്റുല ഉണ്ടായി കഴിഞ്ഞാൽ 1.5 മാസം കഴിയുമ്പോൾ ഫിസ്റ്റുല മെച്ചറാവെന്ന് പറയും. ഫിസ്റ്റുല നല്ല ക്ലിയർ ആവും. അതിനുശേഷം ഇങ്ങനെ നോക്കി പോയിട്ട് കിഡ്നിയുടെ പ്രവർത്തനം 10% താഴെയാകുമ്പോൾ, 10-7% താഴെയാകുമ്പോൾ, അത് സാധാരണ ക്രിയാറ്റിൻ ഒരു 10 മുകളിലാകുമ്പോൾ, യൂറിയ ഒരു 150-200 മുകളിലാകുമ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ഉള്ളത് അല്ലാത്ത കാര്യങ്ങളാണ്. ശരീരത്തിൽ നീര് വരിക, പൊട്ടാസിൻ്റെ അളവ് കൂടുക. അപ്പം പറയും ഇനി ഡയാലിസിസ് വേണമെന്ന് പറയും. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഡയാലിസിസിന് വേണ്ടി ഡയാലിസിസ് റൂമിൽ പോവുകയും അവിടെ ഒരു സൂചി വെച്ചിട്ട് ഈ ഫിസ്റ്റുലയിൽ രക്തക്കുഴലിൽ കുത്തി ആ ബ്ലഡ് എടുത്ത് മെഷീനിൽ കൊണ്ടുപോയി മെഷീൻ അതിനെ ശുദ്ധീകരിച്ച് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഈ മെഷീൻ എന്തൊക്കെ പ്രവർത്തനമാണ് ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്ന എത്ര വെള്ളം കുടിച്ചാലും ആ വെള്ളത്തെ മൂത്രമായി കളയുന്നത് വൃക്കയാണ്. പക്ഷേ വൃക്കയ്ക്ക് ദോഷം വരുമ്പോൾ അത് പറ്റത്തില്ല. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ദിവസം ഒരു 1.5 ലിറ്റർ 2 ലിറ്റർ വെള്ളം കുടിക്കുകയാണെങ്കിൽ 3 ദിവസം കുടിക്കുമ്പോഴത്തേക്കും അതിലൊരു 6 ലിറ്റർ വെള്ളം വരും. പക്ഷേ കിഡ്നിക്ക് ഒരു ദിവസം വളരെ കുറച്ച് 300-400 ml കളയാൻ പറ്റുള്ളെങ്കിൽ അത്രയും വെള്ളം നമ്മുടെ ശരീരത്തിൽ കിടക്കും. അപ്പോൾ ആ വെള്ളത്തിനെ ഈ ഡയാലിസിസ് വഴി നമ്മൾ ഒരു സെഷൻ 4 മണിക്കൂർ ചെയ്യുമ്പം തന്നെ ഒരു 3-4 ലിറ്റർ വെള്ളത്തിനെടുത്ത് കളയും. പിന്നെ കിഡ്നിയാണ് യൂറിയ, പൊട്ടാസ്യം ഇതിനെയൊക്കെ പുറത്ത് കളയുന്നത്. അപ്പോൾ അതും ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ അതിനെയും നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ പുറത്തെടുത്ത് കളയും. അപ്പോൾ ഇങ്ങനെ ശുദ്ധീകരിച്ച രക്തമാണ് തിരിച്ചു കൊടുക്കുന്നത്. ആഴ്ചയിൽ സാധാരണ 2 തൊട്ട് 3 വരെയാണ് ഡയാലിസിസ് ചെയ്യുന്നത്. 4 മണിക്കൂറാണ് ഡയാലിസിസ് ചെയ്യുന്ന സെഷൻ എന്ന് പറയുന്നത്. അപ്പം ഡയാലിസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ഈ കുത്തുന്നതിൻ്റെ വേദനയൊക്കെ ആദ്യത്തെ 1-2 ദിവസമേ കാണത്തുള്ളൂ, പിന്നെ വലിയ വേദനയൊന്നും വരത്തില്ല. അപ്പം ഈ ഡയാലിസിസ്
ചെയ്തുകൊണ്ട് 10-20 വർഷമൊക്കെ സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു 60-65 വയസ്സുള്ള ഒരാൾക്ക് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്നു, ഡയാലിസിസ് ചെയ്തുകൊണ്ട് സുഖമായിട്ട് അതിൻ്റെ ജീവിതദൈർഘ്യകാലം ജീവിക്കാൻ പറ്റും. ഡയാലിസിസ് ചെയ്യുന്നവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, കല്യാണത്തിന് പോകാനും ടൂർ പോകാനും എല്ലാ കാര്യങ്ങൾക്കും പറ്റും. യാതൊരു തരത്തിലുള്ള ആഴ്ചയിൽ 1, 2, 3 ദിവസം നമ്മളൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോകുന്നതായിട്ടോ വിചാരിച്ചാൽ മതി. അത്രയും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡയാലിസിസ് എൻ്റെ ജീവിതം നശിച്ചു അങ്ങനെയൊന്നുമില്ല. നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും, ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ജീവിതം നയിക്കാൻ പറ്റും. ഇതാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. പേടിക്കേണ്ട ചികിത്സയല്ല, അത് ജീവൻ രക്ഷിക്കുന്ന ഒരു ചികിത്സയാണ്. അത് നമുക്ക് നല്ലൊരു ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു ചികിത്സയാണ്.